പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ക്രിസ്തയേശുവിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിങ്ങളെ എല്ലാ ദിവസവും ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇന്ന് ശക്തമേറിയ ഒരു ദൈവികാലോചന ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൈവിക ശുശ്രൂഷകളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിവിധങ്ങളാകുന്ന പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ഒരിക്കലും ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്ക് ഉയർന്നു കാണാൻ പറ്റാത്ത രീതിയിൽ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ ദൈവാത്മാവന്റെ ഹൃദയത്തിൽ ഇട്ട് തന്ന 1-2 പദങ്ങളാണ് ഞാൻ പറയുന്നത്. വാദത്തിന്റെയൊക്കെ രോഗത്താൽ ഭാരപ്പെടുന്ന പല വ്യക്തികൾ എന്നെ കേൾക്കുന്നവരുണ്ട്. അവരുടെ മേലൊക്കെ അസാധാരണമാകുന്ന ദൈവിക സൗഖ്യങ്ങൾ ദൈവം അയക്കുന്ന ഒരു ദിവസമാക്കി ഇന്നത്തെ ദിവസം മാറുകയാണ്. കർത്താവേ, ഇന്ന് വളരെ പ്രതീക്ഷയോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്ന ഈ ജനത്തെ ദൈവകരങ്ങളിലേക്ക് വരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയ മാറ്റം, ഒരു സൂപ്പർ നാച്ചുറലായ ടേൺ അറൗണ്ട് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 430 വർഷത്തെ അടിമത്തം തകർത്തുകൊണ്ട് മോശയിലൂടെ തന്റെ ജനത്തെ ദൈവം പുറത്തെടുത്തതുപോലെ ഇന്നിവർ ഏത് അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു, അതൊരുപക്ഷെ താമസം, വർഷങ്ങളുടെ പാരമ്പര്യമുള്ള രോഗങ്ങളായിരിക്കാം, വിഷയങ്ങളായിരിക്കാം, മാനുഷികമായ ദൃഷ്ടിയിൽ ഇനി അസാധ്യം എന്ന് പറയുന്ന കാര്യമായിരിക്കാം. ഈ കാര്യങ്ങളുടെ മേൽ അങ്ങയുടെ കരം വരേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമം ചൊല്ലി ഈ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. ഇവർ ഒരു അനുഗ്രഹമായി തീരും. ശാപങ്ങളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. വാദരോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. വലിയ ദൈവ പ്രവൃത്തി ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം അയക്കുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ഈ ചാനലിലൂടെ പ്രൈസ് ദി ലോർഡ് ശക്തമേറിയ വിടുതലിൻ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തൊട്ട് ഫോളോ ചെയ്തോ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലിന്, മാറ്റത്തിന് കാരണമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇന്നലെ സംസാരിച്ച ദൈവവചനത്തിന്റെ തുടർ ഭാഗങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം മഹത്വം ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ അതിനു മുൻപായിട്ട് നടക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്നലെ തൊട്ട് നമ്മൾ സംസാരിക്കുവാനിടയായി തീർന്നത്. ദൈവം മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ കാത്തിരിക്കണം എന്നുള്ള ഒരു വിഷയമാണ് സംസാരിച്ചത്. പത്രോസും കൂട്ടരും ഏകദേശം 10 ദിവസത്തോളം കാത്തിരുന്നു. അനന്തര ഫലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവാഹം അവരുടെ മേൽ വരുവാനിടയായി. അവിടെ കൊണ്ടും തീർന്നില്ല. ഒരു കാലഘട്ടത്തിലെ മുക്കുവൻ എന്നറിയപ്പെട്ട വ്യക്തി, ഒരു കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞ വ്യക്തി, അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 3000 കടന്നു വന്ന ജനത്തെ ലീഡ് ചെയ്യുവാൻ പത്രോസിനെ ദൈവം ഉപയോഗിച്ചു. അതിന്റെ പുറകിൽ ഉണ്ടായ ദൈവമഹത്വത്തിന്റെ കാരണമെന്ന് പറഞ്ഞത് അവൻ കാത്തിരുന്നു എന്ന വിഷയമാണ് നമ്മൾ ഇന്നലെ സംസാരിക്കുവാനിടയായി തീർന്നത്. ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു ദൈവിക മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ശൂന്യമാക്കപ്പെടേണ്ട മേഖലയുണ്ട്. എംറ്റിയാക്കപ്പെടേണ്ട മേഖലയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ശൂന്യമാക്കപ്പെടുന്ന മേഖലയുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഉറപ്പായിട്ടൊരു കാര്യം പറയാൻ പറ്റും. ദൈവമഹത്വം നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും വരുവാനിടയായി തീരും. ഞാനിത് പറയുമ്പോൾ ആത്മകണ്ണിൽ ഞാനത് കാണുകയാണ്.
പല വ്യക്തികളുടെ മേലും ഈ സീസന്റെ മേൽ ദൈവമഹത്വം ചലിക്കും. ആൾ മാറിയവരെ പോലെ നിങ്ങളാകുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രവചന ദൂതിലൂടെ സംസാരിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ നമ്മൾക്ക് ഒരുമിച്ച് വായിക്കാം. അവിടെ പറയുന്ന പ്രകാരമാണ്: തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്നു. അതുകൊണ്ട് ആ വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. Praise the Lord. സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. ഈ വേർഡിന്റെ അക്ഷരികമാകുന്ന അർത്ഥം ലോകം ഒരു ദിവസം കാണാൻ വേണ്ടി പോകുകയാണ്. യേശു മാത്രം കർത്താവെന്ന് ലോകം ഏറ്റുപറയുന്ന ഒരു ദിവസം ഉണ്ട് എന്നാണ് ഈ വചനം പറയുന്നത്. നമ്മൾക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നത് തന്റെ ജീവിതത്തിന്റെ മേൽ ഒരു താഴ്ചയുണ്ടായിരുന്നു. സ്വർഗത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആകുന്ന വ്യക്തി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മൾക്കു വേണ്ടി തന്നെത്താൻ താഴ്ത്തി ഈ ഭൂമിയിൽ കേവലം ഒരു മനുഷ്യനായി കടന്നു വരുവാനിടയായി തീർന്നു. 33.5 തിരുവയസ്സു വരെ ഈ ഭൂമിയിൽ നിങ്ങളെപ്പോലെയും എന്നെ പോലെയും അവൻ നടക്കുവാനിടയായി തീർന്നു. അതിനെയാണ് തന്നെത്താൻ ഒഴിച്ചു എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. താൻ തന്നെത്താൻ എംപ്റ്റി ചെയ്യപ്പെടുവാനിടയായി തീർന്നു. ശൂന്യമാക്കുന്ന അനുഭവത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. സ്വർഗത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആകുന്ന വ്യക്തി നിങ്ങളെയും എന്നെയും രക്ഷിക്കുവാൻ വേണ്ടി അവൻ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഇന്ന് നിങ്ങൾ പല മേഖലകളിൽ ഓടുന്ന വ്യക്തിയായിരിക്കും. രക്ഷയ്ക്കു വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരു വിടുതലിന് വേണ്ടി, ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, പലവിധമാകുന്ന നേർച്ച കാഴ്ചകൾ ചെയ്തു. എന്നാൽ ജീവിതത്തിന്റെ മേൽ ഒരു മാറ്റവും ഇല്ല എന്ന് പറയുന്ന ചിലർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു: യേശുവിന്റെ അടുക്കലേക്ക് നീ പൂർണ്ണമായ സമർപ്പണത്തോടു കൂടി വന്നാൽ, യേശുവിന്റെ അടുക്കലേക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, അവിടെയാണ് നിന്റെ വിടുതലിന്റെ കീഴിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ പല മേഖലകളിൽ, പല പുണ്യസ്ഥലങ്ങളിൽ പോയി ജീവിതത്തിൽ ഒരു വിടുതലല്ല എന്ന് പറയുന്ന ചില സഹോദരി സഹോദരന്മാരെന്നെ കാണുന്നുണ്ട്. അവരുടെ മേൽ ദൈവ സ്നേഹത്താൽ ദൈവം നിറയ്ക്കുകയാണ്. നിനക്ക് പ്രതീക്ഷയുണ്ട് സഹോദര, നിനക്ക് പ്രത്യാശയുണ്ട് സഹോദര. നിന്റെ ജീവിതത്തിന്റെ മേൽ നിനക്ക് വിടുതൽ കാണാൻ പറ്റും. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ പല വ്യക്തികളും ആ വിടുതലിനെ ഇന്നത്തെ ശുശ്രൂഷയെങ്കിൽ അനുഭവിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ. സകല നാമത്തിലും മേലായ നാമമാണ് എന്റെ യേശുവിന്റെ നാമം. ആമേൻ. യേശു തന്നെത്താൻ എംപ്റ്റി ചെയ്തു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. ഞാൻ ഇന്നലെ പറയാനിടയായിത്തീർന്നു, മഹത്വം നിങ്ങളുടെ മേൽ ചലിക്കുന്നതിന് മുമ്പ് ഒന്നാമത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് നിങ്ങൾ കാത്തിരിക്കണം. 2, നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കേണ്ടത് ശൂന്യമാകുന്ന അനുഭവം ഉണ്ടാകും. ഇന്നാരൊക്കെയോ ഇന്നത്തെ പ്രവചന ദൂതിൽ പറയുന്നുണ്ട്, എല്ലാ മേഖലകളിലും ഞാൻ ശൂന്യത അനുഭവിക്കുന്ന വ്യക്തിയാണ്, ശൂന്യത മാത്രമാണ് ഞാൻ അനുഭവിക്കുന്നത്, ഒരു സന്തോഷം എനിക്ക് അനുഭവിക്കുവാൻ പറ്റുന്നില്ല. നല്ല കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും എനിക്ക് സന്തോഷം അനുഭവിക്കുവാൻ പറ്റുന്നില്ല. എവിടെയൊക്കെയോ എംപ്റ്റിനെസ് എന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്, ലോൺലെസ് എന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്, ഏകാന്തത എന്നെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുന്ന വ്യക്തികളുടെ മേൽ അത്ഭുതത്തിന്റെ കരം, ആ മഹത്വത്തിന്റെ കരം ഇന്നത്തെ വിടുതലിന്റെ ശുശ്രൂഷകളിൽ ചലിക്കുകയാണ്. നിങ്ങളെ വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ പ്രാർത്ഥനകൾ സ്വീകരിക്കുക. ഇത് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട്.
ആ സൂം മീറ്റിംഗിന്റെ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്കും അയച്ചു തരുന്നതായിരിക്കും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം അവിടെ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ശൂന്യത അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കുവാൻ വലിയ സാധ്യതയുണ്ട്. നമുക്കറിയാം, എലീശ പ്രവാചകൻ വിധവയുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുന്ന നമ്മൾക്ക് ഇപ്രകാരമാണ്: അവളുടെ പക്കൽ ഒന്നുമില്ലായിരുന്നു. ആരൊക്കെയോ പറയുന്നു, എന്റെ പക്കൽ ഒന്നുമില്ല ബ്രദറെ. പ്രൈസ് ദി ലോർഡ്. ഉള്ളത് തിന്നിട്ട് മരിക്കുവാനിരിക്കുന്ന അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനു പറയുന്നു? ജീവിക്കുന്നത് തന്നെ എങ്ങനെയാണെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കുപ്പി എണ്ണയല്ലാതെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ എലീശ പറയുന്ന ഒരു കാര്യം, ശൂന്യമായ പാത്രങ്ങൾ കൊണ്ടുവരിക. ആമേൻ. ദൈവം മഹത്വം ചലിക്കണമെങ്കിൽ ശൂന്യമായ ചിലത് ഉണ്ടായിരിക്കണം. ആമേൻ. നിനക്കെല്ലാം അറിയാം. പ്രൈസ് ദി ലോർഡ്. നീ വലിയ വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. നീ ഉന്നത കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ദൈവമഹത്വം നിന്റെ 7 അയൽവക്കത്ത് കടന്നു വരികയില്ല. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കർത്താവ്, ഞാൻ എന്നെ തന്നെ തരികയാണ്. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. എൻ്റെ മുമ്പിൽ പരിമിതികളുള്ള വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ തന്നെ ദൈവസന്നിധിയിലേക്ക് നിനക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എലീശയുടെ അടുക്കലേക്ക് വിധവ പ്രൈസ് ദി ലോർഡ് ശൂന്യമായ പാത്രങ്ങൾ കൊണ്ടുവന്നതുപോലെ യേശുവിന്റെ അടുക്കലേക്ക് നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. പല കുടുംബങ്ങളുടെ മേലും ഈ സീസന്റെ മേൽ ദൈവം മഹത്വം ചലിക്കുമെന്ന് ഒരു ദൈവ മനുഷ്യൻ എന്ന രീതിയിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയെ നോക്കിക്കൊണ്ട് ഞാൻ കൽപ്പിച്ചു പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ശൂന്യമാക്കപ്പെടുന്ന അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ആമേൻ, അഹങ്കാരങ്ങൾ മാറ്റിവെച്ച്, നിഗളങ്ങൾ മാറ്റിവെച്ച്, പ്രീശല നിനക്കൊന്നും അറിയുകയില്ല എന്നുള്ള പ്രീശല ഉത്തമമായ ബോധ്യത്തോടുകൂടി യേശുവിന്റെ അടുക്കലേക്ക് നിനക്ക് വരാൻ പറ്റുമെങ്കിൽ നിന്നോടുള്ള ദൂത്, അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഓറാ ശകൽ പ്രബാല ഘടകസി. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: ഈ സീസണിൽ ശൂന്യമായി തീർക്കപ്പെട്ട എന്റെ ജീവിതത്തിന്റെ മേൽ വലിയ ദൈവമഹത്വം ചലിക്കും, ചലിക്കും, ചലിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുകയാണ്. അങ്ങനെ ശൂന്യമായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, അവൾ കൊണ്ടുവന്ന പാത്രം മൊത്തം നിറയുവാനിടയായി തീർന്നു. ഇന്ന് നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ശൂന്യത അനുഭവിക്കുന്ന വ്യക്തിയാണോ? ആമേൻ. നിന്നോടുള്ള ദൂത്, പ്രീശ, നിറവിന്റെ അനുഭവം, നിറവിന്റെ അനുഭവം. നിന്റെ സമ്പത്തിന്റെ മേൽ നിറവുണ്ടാകും. നിന്റെ പ്രീശല സാമ്പത്തിക മേഖലകളുടെ മേൽ ടോട്ടലായ ദൈവപ്രവൃത്തി നടക്കും. ആ ജപ്തി യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. ആ രോഗം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. നിന്റെ ഹെൽത്തിന്റെ മേൽ വർധനവുണ്ടാകും. നിന്റെ മക്കളുടെ നന്മ നീ കാണും. പ്രീശല നിന്റെ മക്കളുടെ വിവാഹം നീ കാണും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശൂന്യമാക്കുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. ആമേൻ. മോശ ശക്തനായ ദൈവ മനുഷ്യനാണ്. അവന്റെ ജീവിതത്തിന്റെ മേൽ ഇവനും ശൂന്യമായപ്പെട്ട അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടു. അവൻ രാജകുമാരനായിരുന്നു. രാജകൊട്ടാരത്തിൽ പ്രീശല വളർത്തപ്പെട്ട വ്യക്തിയായിരുന്നു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവന്റെ മരുഭൂവാസത്തിലേക്ക് കടന്നു പോകുവാനിടയായി. 40 വർഷമാണ്, 1-2 വർഷമല്ല, 40 വർഷമാണ് മരുഭൂമിയിൽ അവൻ പ്രീശല പോകുവാനിടയായി തീർന്നത്. എന്നാൽ അവിടെ നിന്ന് അവൻ ശൂന്യമാക്കപ്പെട്ട അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവം അവന്റെ ജീവിതത്തിന്റെ മേൽ അടുത്തൊരു യൂട്ടേൺ പ്രീശല
കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ പ്രവചന ദൂതിലൂടെ, ഈ ഡെലിവറൻസ് മീറ്റിംഗിലൂടെ, ഇവിടുത്തെ ശുശ്രൂഷകളിലൂടെ ദൈവാത്മ പ്രേരിതമായി ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഈ സീസണിൽ നിന്റെ ജീവിതത്തിൽ ശൂന്യമാക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന് ഒരു യു ടേൺ സംഭവിക്കും. അത് സംഭവിക്കുകയാണ്. മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? താൻ ഒറ്റപ്പെട്ടു, താൻ ഒന്നുമില്ലാതെയായി, തന്റെ ജീവിതത്തിന്റെ സുഖങ്ങൾ മരുഭൂമിയിൽ ഇല്ലാതെയായി തീർന്നു. എന്നാൽ അവിടെ നിന്ന് ദൈവം ചെയ്തത് ദൈവിക അധികാരത്തോടുകൂടി, ദൈവിക പദ്ധതിയോടുകൂടി, അവൻ ദൈവിക നിയോഗത്തോടുകൂടി രാജകൊട്ടാരത്തിലേക്ക് അയച്ച് അവിടെ നിന്ന് ഇസ്രായേൽ ജനത്തെ അതേ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ശക്തനായ ഒരു അഭിഷക്തനാക്കി ദൈവം മാറ്റുവാനിടയായി തീർന്നു. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളുടെ മേൽ വലിയ ദൈവിക കോളിംഗ് കടക്കുന്നുണ്ട്. അസാധാരണമാകുന്ന രീതിയിൽ ദൈവം ചിലരെ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാനത് കൽപ്പിക്കുകയാണ്. അസാധാരണമാകുന്ന രീതിയിൽ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി പോകുകയാണ്. ഇത് നിന്റെ ശീശനാക്കി ദൈവം മാറ്റും. ഒരു ദൈവ പ്രവൃത്തി, ഒരു ദൈവ മഹത്വം നിന്റെ ജീവിതത്തിൽ ചലിക്കുന്നതിന് മുമ്പ് ദൈവം നിന്നെ എംപ്റ്റി ചെയ്യും. നിന്നെ ദൈവം ശൂന്യമാക്കും. ഒരുപക്ഷം നിന്നെ ദൈവം ഒറ്റപ്പെടുത്തും. നീ ഏകാന്തതയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിന്റെ നടുവിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ നിന്നോടുള്ളത് ദൂതിതാണ്, നീ വലിയ ദൈവ പ്രവൃത്തി ഈ സീസണിന്റെ മേൽ കണ്ടിരിക്കും. ഈ പ്രൊഫറ്റിക്കൽ മെസ്സേജ് നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ, ഇവിടുത്തെ ശുശ്രൂഷ ഒരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിലെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മഹത്വകരമായ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടി ആയിത്തീരുകയാണ്. ദയവായി ലൈക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഈ പ്രസംഗം റീച്ച് ഔട്ട് ചെയ്യുവാൻ സാധ്യതകൾ ഏറെയാണ്. ഞാൻ നിങ്ങളോട് വീണ്ടും ദൈവാത്മ പ്രേരിതമായി പറയുകയാണ്, നിങ്ങൾ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ശൂന്യമാക്കപ്പെട്ട അനുഭവങ്ങളിൽ കൂടി കടന്നുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളോടുള്ള ദൂത ഒരു വലിയ മഹത്വം ഈ സീസണിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ചലിച്ചിരിക്കും. എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ പാലക്കാട് നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് സുൽത്താൻ പേട്ടുള്ള ജോബീസ് മോൾ എന്നറിയപ്പെടുന്ന ജെബി റോഡിന്റെ സൈഡിലുള്ള ജോബീസ് മോൾ എന്നറിയപ്പെടുന്ന ആ മോളിന്റെ 4ാം നിലയിൽ വെച്ചാണ് ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്. 4th ഫ്ലോറിലുള്ള സിൽവർ ഹോളിൽ വെച്ചാണ് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്. ആ ഹോളിലേക്ക് ഞാൻ നിങ്ങൾ, ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയമാണ്. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. കർത്താവേ, ഈ ജനത്തിന്റെ മേൽ വലിയ വിടുതലുകൾ, വലിയ മഹത്വം ഈ ശീശന്റെ മേൽ ചലിക്കാൻ പോകുന്നതായി സ്തോത്രം ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നാളെ ഓരോരു മെസ്സേജുമായി കാണാം. God bless you all.